ഹലോ ഫ്രണ്ട്സ്, വെള്ളൂനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ നല്ലൊരു ദിവസമാണ് കേട്ടോ ഇന്നും. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭഗവാനോട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. നമ്മൾ ഏട്ടനും കണ്ണനും മാല ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ അകമല പോയി മാല ഇടണമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോണത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പറഞ്ഞു, നല്ല മഴ രാവിലെ. അപ്പോൾ അതുകൊണ്ട് ബൈക്കിൽ പോകാൻ പറ്റി. 2 ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ പോയില്ല മഴ കാരണം. അപ്പോൾ നമ്മൾ അങ്ങനെ ബസ്സൊക്കെ കെട്ടി നമ്മൾ ബസ്സിൽ പോയിട്ട് നമ്മൾ ഒറ്റപ്പാലത്ത് എത്തിയിട്ടോ. ഒറ്റപ്പാലത്ത് നേരെ തൃശ്ശൂർ ബസ്സിൽ കയറിയിട്ടോ. അപ്പോൾ അങ്ങനെ ബസ്സിലൊക്കെ പോയി നമ്മൾ അകമല എത്തിയിട്ടോ. അകമല എത്തി നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി റോഡൊക്കെ മുറിച്ച് കിടന്നു. നമ്മൾ അമ്പലത്തേക്ക് എത്തിയിട്ടോ. ഞങ്ങളെല്ലാവരും തൊഴുത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മാലയൊക്കെ പൂജിച്ച് കിട്ടി. ഏട്ടനും കണ്ണനും അമ്മ മാല ഇട്ട് കൊടുക്കാറ്. മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ. അപ്പോൾ ഏട്ടന് കൊല്ലും, അമ്മയാണ് മാല ഇട്ട് കൊടുക്കുക. കണ്ണൻ പോകാൻ തുടങ്ങിയപ്പോൾ കണ്ണന് അതുപോലെ തന്നെയാണ് കേട്ടോ. അമ്മ തന്നെയാണ് മാല ഇട്ട് കൊടുക്കാറ്. അപ്പോൾ 2 പേർക്ക് മാലയൊക്കെ ഇട്ട് കൊടുത്തു. നന്നായി പ്രാർത്ഥിച്ചു കേട്ടോ. നമ്മുടെ കാശിക്കുട്ടൻ വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. മാല ഇടണം എന്ന് പറഞ്ഞിട്ട് അവൻ 2 പേർക്കും കൂടി ഏട്ടനെ കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ടാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കാത്ത. അവനും ചെറുത്, ഇവനും ചെറുതല്ലേ. ഇവനെല്ലാം പിടിച്ച് കയറാനൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ കാശിക്കുട്ടൻ തെറ്റി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 പേർക്ക് മാലയൊക്കെ ഇട്ട് കൊടുത്തു. 2 പേര് നമ്മുടെ കാല് തൊട്ട് നമസ്കരിച്ചു കേട്ടോ. നമ്മൾ ഈ ബസ്സിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണുന്നല്ലാതെ നമ്മൾ ഇറങ്ങി അങ്ങനെ തൊഴുതിട്ടില്ല കേട്ടോ. എപ്പോഴോ ഒരു വട്ടം വന്ന് തൊഴുതിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് മാല ഇട്ടു. നന്നായി പ്രാർത്ഥിച്ച് തൊഴുതു എല്ലാവരും. അപ്പോൾ കെട്ട് നിറച്ചിട്ട് ആൾക്കാർ പോകുന്നതൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. പിന്നെ നേരെ പോയി നമ്മൾ ഭക്ഷണം കഴിക്കാൻ. കാശിക്കുട്ടൻ്റെ രാവിലെ തന്നെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാതെ ഛർദ്ദിക്കാൻ വരും. ഒന്ന് ഛർദ്ദിക്ക് ചെയ്തു കേട്ടോ വരുമ്പോൾ ബസ്സിൽ. അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കണ്ണനെ ഏട്ടനും കാശിക്കുട്ടനും പുട്ടും കടലക്കറി മേടിച്ചു കേട്ടോ. ഞാൻ അമ്മ ഇഡ്ഡലിയാണ് മേടിച്ചത്. അപ്പം ഞങ്ങളെല്ലാവരും ഒരു കുഞ്ഞു തട്ടുകടയാണ് കേട്ടോ. അവിടെ വേറെ ഒന്നുമില്ല, സാധാ ഉള്ള ഭക്ഷണങ്ങൾ മാത്രം. നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴയത്ത് കുട്ടികൾ കൈയൊക്കെ കാണിക്കുകയാണ്. നമ്മുടെ അവിടുത്തെ ഫ്രണ്ടിൽ കൂടെ തീവണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ 2 മാമന്മാർ അവിടെ നിന്ന് കമ്പനിയായിട്ട് അവരോടൊക്കെ ടാറ്റയൊക്കെ പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിലൊക്കെ വരുമ്പോൾ ഏട്ടനൊക്കെ നന്നായി ഒന്ന് ഉറങ്ങി. ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്ത് എത്തിയത് കാണും. നമ്മുടെ ഒറ്റപ്പാലാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്ന പഴയലേക്കടുക്കളൊക്കെ ബസ്സിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ കാശിക്കുട്ടനെ മാലിടാത്തതിൻ്റെ ദേഷ്യത്തിൽ കളിപ്പാട്ടം വേണമോ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അപ്പോൾ കളിപ്പാട്ടൊക്കെ മേടിച്ച് കൊടുത്തു. ഞങ്ങൾ നേരെ അങ്ങനെ പഴയലേക്കടുക്കൽ ബസ്സിൽ കയറിയിട്ടോ. പിന്നെ വീട്ടിൽ വന്ന് ഒന്നും രാവിലെ കഴിയാതെയാണ് പോയത്. അപ്പോൾ കുറച്ച് പണിയും ചോറും കറിയും ഒക്കെ വെക്കാനുണ്ട് കേട്ടോ. പിള്ളേരവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അതിൽ. അപ്പം മോരൊഴിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിലേക്കുള്ള സാധനങ്ങളൊക്കെ മുറിച്ച് ചേനയും കിഴങ്ങും കുമ്പളങ്ങയൊക്കെ മുറിച്ചു. അതൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ. കറിക്കുള്ള പരിപാടികൾ തുടങ്ങി. കറിക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഏട്ടൻ തേങ്ങ ചിരവി തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിക്ക് കുരുമുളകും ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങയും നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇന്ന് ഉപ്പേരി വെക്കുന്ന അമരക്കായാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ അതൊക്കെ കഴുകി മുറിച്ച് തന്നു. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തൈര് ഉണ്ടായിരുന്നു. തൈര് പൊട്ടിച്ചിട്ട് ജാറിൽ അടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ തരി തരിയായിട്ട് കിടക്കുക. അപ്പോൾ അത് ജാറിൽ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മോട് സംസാരിക്കുന്നുണ്ട്. കറിക്ക് വയ്ക്കാനുള്ള ഓരോ കാര്യങ്ങൾ നോക്കണുണ്ട് കേട്ടോ. അതൊക്കെ അടിച്ചെടുത്തു. ഉപ്പേരി കഷ്ണങ്ങളൊക്കെ മുറിക്കുമ്പോൾ കൂട്ടത്തിൽ ഞാനും ഉള്ളിയും പച്ചമുളകൊക്കെ നേരാക്കാമെന്ന് വിചാരിക്കും ഉപ്പേരിക്ക്. നേരം വൈകിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ വേഗം പണികൾ കഴിയുമല്ലോ. അമ്മ പുറത്ത് ചോറൊക്കെ വയ്ക്കുന്ന തുണികളൊക്കെ അലക്കിയിടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോയി പിന്നെ സമയം വൈകുമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അതൊന്നും കാണിക്കാതിരുന്നു കേട്ടോ. നേരത്തെ ഭക്ഷണം കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ വേഗം അതൊക്കെ നോക്കാൻ തുടങ്ങി. കറിക്ക് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് അരപ്പും തൈരൊക്കെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം അടുത്തത് പപ്പടം കാച്ചാണ് കേട്ടോ. പിന്നെ വേറെ നമുക്ക് രണ്ടാമതൊന്നുമില്ല. അപ്പോൾ പപ്പടം കാച്ചാന്ന് വിചാരിച്ചു. പിന്നെ ഉപ്പേരി. അപ്പം നമ്മുടെ മെയിൻ സൂപ്പർ സ്റ്റാർ കാശിനാഥൻ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. പപ്പടം കഴിക്കാനില്ലാതെ സ്നേഹക്കൂടുതലും നമ്മോടുള്ള സ്നേഹക്കൂടുതലും കൊണ്ടൊന്നുമല്ല വന്നിരിക്കുന്നത്. പപ്പടം കഴിക്കണം. പപ്പടത്തിൻ്റെ മെയിൻ ആശാനാണ് കേട്ടോ. പപ്പടം നല്ലോണം കഴിക്കും. ഇനിയിപ്പോൾ രാവിലെ നീറ്റ് വന്നത് പല്ല് തയ്ക്കാതെയാണ് ചില ആൾ പപ്പടം കഴിച്ചോളൂ. അത്ര ഇഷ്ടമാണ് കാശിക്കുട്ടന് പപ്പടം. അപ്പം ഞാനും കാശിക്കുട്ടനും പപ്പടമൊക്കെ വറക്കണോണ്ട് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിലേക്ക് വാട്ടി നമ്മൾ ഉപ്പേരി കടുപ്പത്ത് വെച്ചു കേട്ടോ.
അപ്പം ഇനി അടുത്തത് അതൊക്കെ സെറ്റായി വരണ വരെ നമുക്ക് കാത്തിരിക്കുക. ചോറിന് സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകട്ടെ എന്ന് പറഞ്ഞ് ഒന്നും കൂടി അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി തിളച്ച് വരട്ടെ. കറിയൊക്കെ തിളച്ച് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു, അതൊക്കെ എണ്ണയൊക്കെ ഒഴിച്ചു. കുറച്ച് കടുകും കുറച്ച് ഉലുവയും ഇട്ട് കൊടുത്തു കേട്ടോ. നന്നായി ബ്രൗൺ ഷെയ്ഡായതിനു ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതും കൂടി ഒന്ന് വാടിയിട്ട് നമ്മുടെ കറിക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യണം. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് മോരൊഴിച്ച കറി വയ്ക്കുക എന്ന് പറയുക കേട്ടോ. നമ്മുടെ വീട്ടിൽ ആകെ ഒരു വാഴയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഇല കുറച്ച് കമ്മിയാണ്. അപ്പോൾ തൊട്ടപ്പുറത്ത് വലിയൊരു വാഴത്തോട്ടമുണ്ട്. അവിടെ പോയിട്ട് അമ്മ ഇലയൊക്കെ മുറിച്ചിട്ട് വന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ. ഞാനും അമ്മയും കിണ്ണത്തിലാട്ടോ കഴിക്കായിരുന്നത്. ഏട്ടനും പിള്ളേരും ഇല എടുത്തായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഏട്ടൻ കൈയും കാലൊക്കെ കഴുകാൻ പുറത്ത് പോയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി നമ്മളിന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം എന്നത്തെയും പോലെ. മാലട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഇരുന്ന് ഭക്ഷണമൊന്നും കഴിക്കാറില്ല കേട്ടോ. അവർ ഇലയിൽ കഴിക്കും, നമ്മൾ കിണത്തിൽ കഴിക്കുക, അത്ര വ്യത്യാസമുള്ളൂ. നമ്മുടെ കാശിക്കൂട്ട് അവരൊക്കെ ചെയ്യണ പോലെ നമ്മൾ മാലയിട്ടാൽ ചെയ്യുമല്ലോ, വെള്ളമൊക്കെ നനച്ച് നമ്മുടെ സ്വാമിക്കൊരു ഉരുള എടുത്ത് വയ്ക്കുക, അങ്ങനത്തെയൊക്കെ നമ്മുടെ കാശിക്കൂട്ടിന് അതുപോലെയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. മറ്റാൾക്ക് മാലയിടാൻ തന്നെ ഭയങ്കര സങ്കടമുണ്ട്, കരയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കരയുന്നുണ്ട്, എന്നെ കൊണ്ടുപോകണില്ലയോ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം അവൻ ചെറുതാണ്. അവൻ രാത്രിയൊന്നും അങ്ങനെ അധികം വിട്ട് നിന്നിട്ടില്ല. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നം. ഇപ്പം അടുത്ത വർഷം ഒത്തിരി കൂടി ആവുമല്ലോ, അപ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഏട്ടനെ അവരൊക്കെ കാട്ടുന്ന പോലെ അവനും ചെയ്യണുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.